ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരുണഹൃദയങ്ങളുടെ കരുതലിനായി കാത്തിരിക്കുകയാണ് സുധീർ മുഹമ്മദ് ഹനീഫയുടെ കുടുംബം. പുനലൂർ സ്വദേശിയായ സുധീർ മുഹമ്മദ് ഹനീഫ എന്ന 48 വയസ്സുകാരൻ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ 4.5 വർഷങ്ങളായി പൂർണ്ണമായും കിടപ്പിലായി കഴിയുകയാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തെ തുടർന്ന് ബാത്റൂമിൽ വീണുണ്ടായ അസുഖത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായി. വിവിധ ആശുപത്രികളിൽ ദീർഘകാലമായി ചികിത്സ നടത്തിയിട്ടും ഇന്നുവരെ എഴുന്നേറ്റിരിക്കാൻ പോലും സുധീറിന് സാധിച്ചിട്ടില്ല. അറിയോ? അറിയാം. എങ്ങനുണ്ട്? കിടക്കുക ആരോ ഒട്ടം കൊണ്ട് കിടക്കുക. എല്ലാം ശരിയാവും. എല്ലാം മാറുന്നുണ്ടോ? സമാധാനട്ടിരിക്കും, എല്ലാം ശരിയാവും കേട്ടോ. മെഡിക്കൽ കോളേജിൽ കൊണ്ട് 5 ദിവസം അവിടെ കിടത്തി. അവർ 5-ന്റെ അന്ന് കണ്ണു തുറന്നത്. പിന്നെ കർമ്മത്തിരി കൊണ്ടുവന്ന് ഇപ്പൊ 4.5 വർഷമായി. തലമണ്ടയിൽ ഈ ബ്ലഡ് കെട്ടിക്കിടക്കുക. അത് കണ്ണിൽ കൂടെ ഊറി പോകുമ്പോഴേ ഈ അസുഖത്തിനൊരു ഇത് വരുമെന്നാണ് പറയുന്നത്. ഇപ്പം അസുഖങ്ങൾ പലതായി. കിഡ്നിയുടെ ഇതിനും കുഴപ്പമായി. രോഗത്തിനെന്ന് പറഞ്ഞാൽ പല രോഗങ്ങളായി. മരുന്നിന്റെയൊക്കെ ശക്തി എന്ന് പറഞ്ഞാൽ മാസം 10,000-12,000 രൂപയുടെ മരുന്നാണ് മേടിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ചികിത്സയാണ്. മെഡിക്കൽ കോളേജ് എന്നാ പറഞ്ഞ ഇത്രയും ബുദ്ധിമുട്ടി അങ്ങ് കൊണ്ടുപോകണ്ട, ഇവിടുത്തെ 100 കാണിച്ചാൽ മതി. ഇവിടുത്തെ 6 മാസം കിടത്തി ചികിത്സിച്ചാൽ എഴുന്നേറ്റ് ഒന്ന് നടന്നു കിട്ടിയാൽ അവരൊരാവശ്യമെങ്കിലും നടന്നു കിട്ടിയാൽ മതി. തീരെ കിടപ്പാട് 4 വർഷം കൊണ്ട് കിടക്കുക. 4 വർഷമായി. 4 വർഷമായി കഴിഞ്ഞു. 4 വർഷം. അസുഖത്തിന്റെ വിവരങ്ങളെല്ലാം അസുഖം ഇപ്പൊ ഇല്ല. എല്ലാ അസുഖങ്ങളും ഉണ്ട്. പ്രഷർ കൂടുതൽ, ഷുഗർ കൂടുതൽ, ക്രിയാറ്റിന്റെ അളവ് കൂടുതൽ. ദീർഘകാല ചികിത്സ, മരുന്ന് ചെലവ്, ദൈനംദിന ജീവിത ചെലവുകൾ എന്നിവയാൽ കുടുംബം സാമ്പത്തികമായും മാനസികമായും അതീവ ബുദ്ധിമുട്ടിലാണ്. സുധീറിന്റെ ഭാര്യ സുനിതയുടെ നേതൃത്വത്തിൽ കുടുംബം ചികിത്സ തുടരാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധീറിന്റെ ചികിത്സയ്ക്കായി ധനസഹായ ഫണ്ട് സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊല്ലം റൂറൽ പ്രസ് ക്ലബ് പുനലൂരിൽ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചത്. വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഹനീഫ, കലയനാട് വാർഡ് കൌൺസിലർ ഷൈൻ, പൊതുപ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകരുമായ AK നവാസ്, അനസ് കാര്യറ, റഹീം കാര്യറ എന്നിവർ പങ്കെടുത്തു. ധനശേഖരണത്തിന് തുടക്കം കുറിച്ച് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ സുധീറിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 5,000 രൂപ ധനസഹായമായി നൽകി. കൊല്ലം പ്രസ് ക്ലബിൽ നിന്ന് 1000 രൂപ കൊടുക്കുകയും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തുടർ ചികിത്സയ്ക്കും ജീവിത ചെലവുകൾക്കും ആവശ്യമായ സാമ്പത്തിക സഹായം കുടുംബത്തിന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചത്. നല്ല രീതിയിൽ പുനലൂർ ടൗണുമായി ബന്ധപ്പെട്ട് സഹകരിക്കുകയും ഡ്രൈവർ ജോലി ചെയ്ത് സ്വന്തം കുടുംബം നോക്കുകയും ബാപ്പായും വൈഫിനെയും ഒക്കെ നോക്കി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു യുവാവ്, 48 വയസ്സുള്ള കലവീട് സ്വദേശിയായ സുധീർ, അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ അസുഖം മൂലം കഴിഞ്ഞ 4.5 വർഷമായി കിടക്കയിൽ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യം വളരെ മോശപ്പെട്ടതാണ്. 2 സെന്റ് ഭൂമിക്കകത്ത് ഒരു ചെറിയ വീട്, ഒരു മൊഴിയിൽ അടുക്കളന്നൊന്നും പറയാനില്ലെങ്കിൽ പോലും അത് വളരെ സന്തോഷപരമായ രീതിയിലാണെന്ന് മുമ്പോട്ട് ചെയ്ത് പോകുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.